വെൽക്കം ബാക്ക്. അങ്ങനെ 18 വർഷത്തെ ജീവിതം നിർത്തിയിട്ട് ഞങ്ങൾ നാട്ടിൽ സെറ്റിലാവാൻ പോവാണ്. ഇൻഷാ അല്ലാ എല്ലാവരും കൂടിയാണ് പോകുന്നത്. വിശേഷങ്ങളൊക്കെ ഞാൻ വ്ളോഗിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോൻ്റെ അകത്ത് ഒരു സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് കാണാൻ നോക്കാം. അതുപോലെ ഒരുപാട് വേറെയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ ശരി, നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. എൻ്റെ മാരേജ് കഴിഞ്ഞ പാടാണ് ഞങ്ങൾ യിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 18 വർഷമായി. അതിൽ 11 വർഷം ഞങ്ങൾ താമസിച്ചിട്ടുള്ളത് ഉമ്മൽക്കുവയിലാട്ടോ. ഉമ്മൽക്കുവയിൽ പറഞ്ഞുള്ള ഈ ഒരു പ്ലേസിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഇത്രയും നല്ലൊരു എമിറേറ്റ് യിൽ വേറെ ഉണ്ടാവില്ല. ഇങ്ങനെ ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാട്ടോ. സാധാരണ ഇക്കാൻ്റെ കീമോ കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇക്കാക്ക് അപ്പോൾ വീട്ടിലെ ഫുഡ് പറ്റൂലെന്ന്. എങ്ങനെ പറഞ്ഞാലും വീട്ടിലെ ഫുഡ് വേണ്ടെന്ന് തന്നെ പറയുള്ളൂ. പുറത്തുനിന്ന് കഴിക്കണം എന്നുള്ളൊരു തോന്നലാണ്. അത് കീമോ കഴിഞ്ഞ ദിവസം മാത്രം വരുന്നൊരു പ്രത്യേക ഒരു വൈബാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ട്. പിന്നെ ഇക്ക ദോശയാണ് കഴിച്ചത്, ഗീ റോസ്റ്റാണ് കഴിച്ചത്. ഞങ്ങൾ സുബൈക്ക് ശേഷം പിന്നെ കിടന്നിട്ടുണ്ടായിരുന്നില്ല. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ കൂടെ റൂയിമോളും വന്നു കേട്ടോ. അവളുടെ കാര്യം പിന്നെ വേറെ പറയണ്ട. എന്താ പറയുക, ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ അവരെ കൂടെ പോവും. അങ്ങനെയാണ്. അവൾക്ക് വീട്ടിലിങ്ങനെ ഇരിക്കുന്നൊന്നും ഇഷ്ടമല്ല. പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കണം. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി. വണ്ടിയിലിങ്ങനെ പോയാലും മതി കേട്ടോ. പക്ഷേ റീനും റോസും കിടന്നുറങ്ങണം. അവർ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അപ്പണിക്കൊന്നും നിൽക്കില്ല കേട്ടോ. രാവിലെ തന്നെ നീട്ടി വരലൊന്നും നടക്കില്ല. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് റൂയി നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം ഷോപ്പുകളൊക്കെ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ആകെ സങ്കടത്തിലാണ്. പിന്നെ കുറച്ചധികം കറിയൊക്കെ ചെയ്തു. പിന്നെ കരിയുന്ന വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആൾ ഭയങ്കര കോമഡിയാണ് റൂഹി. നമ്മൾക്ക് അറിയാണ്ട് ചിരിയൊക്കെ വരും ആളുടെ ഓരോ കാട്ടിക്കൂട്ടിൽ. ടി വി ആണ് കണ്ണിലൊക്കെ ഇങ്ങനെ ബാൻഡൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയിട്ടാണ് കാണുന്നത്. എന്നാൽ ഫുഡും കഴിക്കുന്നുണ്ട്. പണ്ടാരോ പറഞ്ഞ പോലെ ഇരുട്ടത്ത് ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ ഒരു കാട്ടിക്കൂട്ടിലാണ്. അവർക്ക് ഇങ്ങനെ കണ്ണടച്ച് ഫുഡ് കഴിക്കുന്നത്. ടി വിയും കണ്ടിട്ട് ടി വിയും കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിന് ഒരു സ്പെഷ്യൽ ഓഫർ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് കെമെക്സ് ബ്രാൻഡിൻ്റെ കുറച്ച് വീട്ടിലേക്കുള്ള ക്ലീനിങ് പ്രൊഡക്ട്സാണ്. ഈ 7 പ്രൊഡക്ട്സ് ഇപ്പം ഓഫറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ കേട്ടോ. 50% ഓഫിലാണ്. അതായത് 50 ദിറംസിന് 50 ദിറംസിന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ട്. 50 ദിറംസിന് ഇത്രയും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ന് തൊട്ടിട്ട് മെയ് 9, 10, 11 ദിവസം വരെയുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് നേരിട്ട് പോയി വാങ്ങിക്കണമെന്നാണെങ്കിൽ കമോൺ കേരള വേദിയിൽ മെയ് 9, 10, 11 ദിവസങ്ങളിൽ ഈ ഓഫർ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഷാർജ എക്സ്പോ സെൻറ്ററിൽ പോയിട്ട് ഈ കെമെക്സ് ബ്രാൻഡിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ കെമെക്സ് ബ്രാൻഡിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നേരെ ഞാൻ ബാൻസുവിൻ്റെ ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. അതായത് റോസുവിനൊപ്പം കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ ബാൻസു ക്ലാസ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. റോസുവിൻ്റെ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ക്ലാസ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത്രയും നല്ല രസമാണ്. ഓരോ ട്രിക്സൊക്കെ ഓരോ സീക്രട്സൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. മാത്സിലൊക്കെ ഉള്ള മെൻ്റൽ മാത്സ് ഉണ്ടല്ലോ, അതാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ ബുക്കും പെന്നൊന്നും ആവശ്യമില്ല. മെൻ്റലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിപ്പിക്കും. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ മക്കൾക്കൊക്കെ വെക്കേഷൻ അല്ലേ. വെക്കേഷൻ ടൈമിൽ കുട്ടികളൊക്കെ മിക്കതും ഫോണും കളിച്ച് വെറുതെ നടക്കുകയായിരിക്കും. അപ്പോൾ അവരുടെ വെക്കേഷൻ ഒന്നുകൂടെ പ്രൊഡക്റ്റീവ് ആക്കാനും ഇൻട്രസ്റ്റിംഗ് ആക്കാനും പറ്റിയ നല്ലൊരു കോഴ്സാണ് ബാൻസു കോഴ്സ്. ഇതൊരു മാത്സിൻ്റെ ക്ലാസ്സാണ്. 5 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ക്ലാസ് കൊടുക്കുന്നത്. Yes. 50+ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയിട്ടുള്ള മിസ്റ്റർ നീലകാന്ത ബാനുവിൻ്റെ സീക്രട്ട് ടെക്നിക്സ് ഒക്കെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കോഴ്സിലൂടെ. ഇപ്പോൾ റോസുവിന് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാനും കൂടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം എനിക്കിങ്ങനെ ഓരോന്നും ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതായത് നമുക്ക് മാത്സ് ഒന്നും കൂടെ ഇഷ്ടമാവും. അതുപോലെ ഭയങ്കര ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റായിട്ട് മാറും കേട്ടോ ഈ ടെക്നിക്സ് ഒക്കെ മനസ്സിലാവുകയാണെങ്കിൽ. ഈ വെക്കേഷനിൽ കുട്ടികൾക്കായിട്ട് അവർ ഫ്രീ ക്ലാസ്സും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 to 15 ഇയേഴ്സ് ആയിട്ടുള്ള, അതായത് UKG
ടു 9th വരെയുള്ള കുട്ടികൾക്കുള്ള ഫ്രീ ക്ലാസ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾ താഴെയുള്ള ലിങ്കിൽ പോയി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈസ്റ്റർ ഓഫേഴ്സും അതുപോലെ സമ്മർ വെക്കേഷൻ ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. 78 plus 3 will be 81 and then 6 as it is. Correct. Amazing. Very good. ഇവിടെ അവർ പഠിപ്പിക്കുന്നത് മെൻ്റൽ മാത്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ബുക്കോ പെന്നോ ഒന്നും ആവശ്യമില്ല. മെൻ്റലി ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. 252. Correct. Amazing. Very good. Awesome, Aisha. That's really nice. 6 times, let's say 4. Yeah. 224. Can you see the time? 5 seconds. Correct. Right? And then, isn't this amazing? Yes. So that's the idea. That's the power of doing the calculation using this method, which is called the step method of multiplication. So what did you do today, Aisha? Yes. അപ്പം ഫ്രീ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ലിമിറ്റഡ് സ്ലോട്ട്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വേഗം തന്നെ ആവശ്യമുള്ളത് രജിസ്റ്റർ ചെയ്യുക. ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. നല്ല ക്ലാസ്സാണ്, കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ വെക്കേഷനൊക്കെ ഇതുപോലെ പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കാം കേട്ടോ. പിന്നെ വീണ്ടും പറയുകയാണ്, നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാം. ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ലാസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളും ഞാൻ പറയുന്നുണ്ട്, അതൊക്കെ ലാസ്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഗിവ് അവേ ഉള്ളത് ഇൻസ്റ്റഗ്രാമിലാട്ടോ, അത് വിട്ടു പോകണ്ട. യൂട്യൂബിലല്ല, ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുക കേട്ടോ. 3 പേജ് ഫോളോ ചെയ്യാനുണ്ട്, എൻ്റെ അടക്കം 3 പേജ് ഫോളോ ചെയ്യാനുണ്ട്. അവർക്ക് 25,000 റുപ്പീസാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പം അത്രയും ക്യാഷ് മിസ്സാക്കണ്ട. അപ്പോൾ എന്തായാലും ഗിവ് അവേയിൽ ഇൻട്രസ്റ്റഡ് ആയവർ യൂട്യൂബിലല്ല ഇൻസ്റ്റഗ്രാമിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഫ്രൈഡ് റൈസും ചെമ്മീൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ പുറത്ത് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് UAEയിലെ ടോട്ടൽ ക്ലീനിങ് സൊല്യൂഷൻ കിട്ടുന്ന ഒരു അടിപൊളി ബ്രാൻഡാണ് കെമെക്സ്. നല്ല പോപ്പുലറാണ്, പക്ഷേ അവർ നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ അങ്ങനെ അവൈലബിൾ അല്ല. അതായത് ഇൻഡസ്ട്രിയൽ പേർപ്പസ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിലൊക്കെയാണ് ഇത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത്. അത്രയും നല്ല ബ്രാൻഡാണ്, നല്ല പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ്. 1989 തൊട്ടിട്ടുള്ള ഒരു ബ്രാൻഡ് കേട്ടോ കെമെക്സ്. അപ്പം അവരുടെ ആ ഒരു കോർപ്പറേറ്റ് ഓഫീസിലും അതുപോലെ തന്നെ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ടൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് കെമെക്സിൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, വീഡിയോയുടെ സ്റ്റാർട്ടിങ് കാണിച്ചില്ലേ കുറച്ച് പ്രൊഡക്ട്സ്. അപ്പം ആ പ്രൊഡക്ട്സൊക്കെയാണത്. അപ്പം ഇതാണ് കെമെക്സിൻ്റെ ബ്രാൻഡ് തന്നെയാണ്. അതിൽ മൈ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള കെമെക്സ് മൈ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്, അതായത് വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ക്ലീനിങ് പർപ്പസിനായിട്ടുള്ള ഒരു സെറ്റ്, ഒരു 7 സെറ്റുകൾ, 7 ഐറ്റംസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സെറ്റ്. അതിപ്പോൾ 50% ഓഫിൽ, അതായത് 50 ദിർഹംസിന് കൊടുക്കുന്നുണ്ട്. അപ്പം കമോൺ കേരളയിൽ പോവുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അതാ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട്, ഫ്രീ ഡെലിവറി ആട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ആ 7 പ്രൊഡക്ട്സ്, അത് നിങ്ങൾക്ക് 50 ദിർഹംസിനാണ് അത്രയും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത്. അല്ലാത്ത സമയത്ത് അതിൻ്റെ പ്രൈസ് ഇതാ 75 ദിർഹംസാണ്. അതായത് 93ൽ 75 ദിർഹംസിനാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ കമോൺ കേരളയിലും അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമാണ് 50 ദിർഹംസിന് കിട്ടുന്നത് കേട്ടോ. ഓൺലൈൻ പർച്ചേസ് ചെയ്യാം, ഫ്രീ ഡെലിവറി ആട്ടോ. അതല്ലാണ്ട് വേറെയും കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, അതൊക്കെ അവരുടെ പ്രൊഡക്ട്സാണ്, കെമെക്സിൻ്റെ പ്രൊഡക്ട്സാണ് ഇതെല്ലതും. ശരിക്കും നമ്മൾ ക്ലീനിങ്ങിനായിട്ട് കുറച്ച് ഐറ്റംസ് മാത്രമല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇവിടെ കണ്ടോ, ഈ കാണുന്നത് മൊത്തം ക്ലീനിങ് പേർപ്പസിനായിട്ടുള്ള എല്ലാം ഡിഫറെൻറ്റ് ഐറ്റംസ് ആട്ടോ. ഓരോന്നിൻ്റെ പേര് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും എന്താ പറയുക, ക്ലീനിങ്ങിനായിട്ടുള്ള എന്താ പറയുക ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസ് എല്ലാതും നോൺ ഹസാർഡസ് ആണ്. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, ക്ലീൻ ആവും ചെയ്യും. എന്ത് ക്ലീൻ ചെയ്യാൻ നിന്നാലും അത് നല്ല ഹൈ ലെവൽ ഓഫ് ക്ലീനിങ് എഫിഷ്യൻസി ഉണ്ട്. എന്നാൽ നോൺ ഹസാർഡസ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കിച്ചണിൽ ക്ലീൻ ചെയ്യുന്നതും അതുപോലെ നമ്മൾ
സ്പെഷ്യൽ ക്ലീനിങ്ങിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യില്ലേ, അത് ചില പ്രൊഡക്ട്സൊക്കെ എനിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. അതുപോലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതൊക്കെ എനിക്ക് അതിൻ്റെ സ്മെല്ലൊന്നും ഒട്ടും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളിയാണിത്. കാരണം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലേ വന്നില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഇറിറ്റേഷൻ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൊഡക്റ്റാണ്. കാരണം നോൺ ഹസാർഡസ് റോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇവർ ഇതുണ്ടാക്കുന്നത്. പിന്നെ ഒത്തിരി ക്ലീനിങ് സൊല്യൂഷൻസ് ഉണ്ട് കേട്ടോ. അതെനിക്ക് ഫുള്ളായിട്ട് എനിക്ക് വീഡിയോയിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം സമയമെടുക്കും. അത്യാവശ്യം ഒരുപാട് വെറൈറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് വിസിറ്റ് ചെയ്യാം. കാരണം അവർക്ക് ബ്രാഞ്ചസ് അൽക്കൂസിലുണ്ട്, റാസൽ ഖൈമയിലുണ്ട്, അബുദാബിയിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് വിസിറ്റ് ചെയ്ത് നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ലേ, അതേപോലെ UAE ക്ലീനിങ്ങിന് ആവശ്യമുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻസ് കിട്ടുന്ന ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനാണ് കെമെക്സ്. അതായത് ഫ്ലോർ ക്ലീനിങ്, വാഷ്റൂം ക്ലീനിങ്, കിച്ചൺ ഹൈജീൻ, ലോണ്ട്രി, പിന്നെ ഗ്ലൗസ്, മാസ്ക്, അങ്ങനെയുള്ള എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ 50 ദിർഹംസിൻ്റെ ഓഫറിലുള്ളില്ലേ, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നാട്ടിലേക്കുള്ള ആവശ്യത്തിനായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇനിയും വേറെയും സാധനങ്ങൾ കാർഗോ അയക്കുന്ന സമയത്ത് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാട്ടിലേക്കുള്ള ആവശ്യത്തിനായിട്ടുള്ള ഒത്തിരി പ്രൊഡക്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ ആകെ മൊത്തം കൺഫ്യൂഷനായി. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ദുബായ് ഇൻ്റർനാഷണൽ സിറ്റിയിലോട്ടാണ് കേട്ടോ. അവിടെയാണ് അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കെമെക്സിൻ്റെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ടിഷ്യൂ പേപ്പർ, ഗാർബേജ് ബാഗ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു യൂണിറ്റിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ലോണ്ട്രി ഐറ്റംസും ബാക്കിയുള്ള അങ്ങനെ ക്ലീനിങ് സൊല്യൂഷൻസ് കിട്ടുന്ന അതിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നത് വൈകിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ടിഷ്യൂ പേപ്പർ, ഗാർബേജ് ബാഗ്സ് ഒക്കെയാണ് ഇപ്പം മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുവരേക്കും അവർ ഹൗസ് ഹോൾഡ് ആവശ്യത്തിനായിട്ടല്ല ഈ പ്രൊഡക്ട്സൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ ഗവൺമെൻറ് സെക്ടറിലോട്ടും അതുപോലെ ഇൻഡസ്ട്രിയൽ പർപ്പസ് അങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്കായിട്ടാണ് കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി തൊട്ടിട്ട് അവർ ഹൗസ് ഹോൾഡിനായിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. കൂടാണ്ട് ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് നല്ല പ്രൈസുള്ള പ്രൊഡക്ട്സാണ് കേട്ടോ. നല്ല ബ്രാൻഡഡ്, നല്ല പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ നമ്മുടെ ഹൗസ് ഹോൾഡ് ആവശ്യത്തിനായിട്ട് ആളുകളിലേക്ക് എത്താനും ആ പ്രൊഡക്റ്റിൻ്റെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കും. എനിക്ക് 1-2 പ്രൊഡക്ട്സ് യൂസ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലായി. ഞാൻ എന്തായാലും വരും വീഡിയോസിൽ കാണിക്കാം. അപ്പോൾ ഞാൻ നാട്ടിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പേർപ്പസിനായിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പ്രൊഡക്റ്റാണ്, കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളിത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. ജസ്റ്റ് 50 ദിർഹംസ് നിങ്ങൾക്ക് അത്രയും ആ ഒരു 7 സൊല്യൂഷൻസാണ് കിട്ടുന്നത്. അത് നല്ലൊരു ഓഫർ തന്നെയാണ്. അപ്പം ഓഫർ മിസ്സാക്കണ്ട. അപ്പം നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട്, ഫ്രീ ഡെലിവറി ആയിട്ടോ. അപ്പോൾ ഈ ചോറ് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഞാൻ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഇക്ക വരുന്നുണ്ടോ എന്നുള്ളത്. ഇക്കക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകുന്നത്. നാട്ടിൽ ഈ മാസം ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് നമ്മൾ പോകാനാണ് പ്ലാന്. കാരണം കുട്ടികളുടെ അക്കാഡമിക് ഇയർ ജൂൺ തൊട്ട് തുടങ്ങുമല്ലോ. അപ്പോൾ ജൂൺ 1 നമ്മൾ നാട്ടിൽ എന്തായാലും വേണം. മക്കളുടെ ക്ലാസ് മിസ്സാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെയ് ലാസ്റ്റ് കണ്ടിട്ട് നാട്ടിൽ എന്തായാലും പോകണം. പക്ഷേ ഇവിടെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടില്ല. ഇനിയിപ്പം റൂമൊക്കെ ഒഴിവാക്കാനുണ്ട്, പിന്നെ കുറേ പണികളുണ്ടല്ലോ. അറിയാമല്ലോ, നമ്മൾ ഒഴിവാക്കി പോകുമ്പോൾ നമ്മൾ UAE നിന്ന് ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. എല്ലാവരും കൂടിയാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇക്കയും ഞാനും മക്കളും എല്ലാവരും കൂടിയാണ് പോകുന്നത്. ഇനി ഇടയ്ക്ക് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന പോലെ ഇടയ്ക്ക് UAEയിലേക്ക് ഒരു 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒന്ന് വരേണ്ടി വരും. എൻ്റെ പ്രൊമോഷൻസ് റിലേറ്റഡ്, പിന്നെ ബിസിനസ് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അല്ലാണ്ട് ബാക്കി മുഴുവനും നാട്ടിൽ സെറ്റിൽ ആവാനാണ് പ്ലാന്. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് ആക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് നാട്ടിൽ സെറ്റിൽ ആവണ്ട, ഇവിടെ നിന്നാൽ മതി. ഇതൊക്കെ ആദ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാട്ടിൽ നിന്നുകൂടെ എന്നൊക്കെയായിരുന്നു. പോകാനുള്ള കാരണം 2 ഉണ്ട്. ഒന്ന്, ഫസ്റ്റത്തെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് പണി കഴിഞ്ഞാൽ പിന്നെ വീട് വെറുതെ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അത് അടച്ചിടുന്നത് ശരിയല്ലല്ലോ. കാരണം ഇനി പിന്നെ അത് കേടായി പോവും. അത്രയും കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന വീടല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതും ഒന്ന്. രണ്ടാമതായിട്ട് ഇക്കാക്കൊരു ചെറിയൊരു റെസ്റ്റ് വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. ഇക്കാൻ്റെ ജോലിയൊക്കെ ഒന്ന് ഒഴിവാക്കി അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് മാറിയാൽ തന്നെ കുറേയൊക്കെ നല്ലതാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹെൽത്തല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. അപ്പോൾ എത്രത്തോളം നാട്ടിൽ നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പോയി വെക്കാം. അപ്പോൾ അങ്ങനെയാണ് പോണത്. അപ്പോൾ കുറേ കമൻസ് അത് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കമൻസ് കൊടുക്കാം കേട്ടോ. അടിപൊളി കമൻസൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. കുറേ ആൾക്കാർ കമൻസ് എടുക്കുമ്പോൾ സന്തോഷമാണ്. ഞാൻ പോകണ്ട, നാട്ടിൽ പഠിക്കാൻ നല്ലതല്ല, മക്കൾ
മക്കൾക്കും നല്ലത് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, പക്ഷെ എന്താ ചെയ്യുക, നമ്മളുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. പിന്നെ ഒന്നാമത് നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് പ്രിഫറൻസ് നമ്മളെ ഹൗസ് വാമിങ് ഇതായി. പിന്നെ വീട് പൂട്ടിയിട്ട് പോകുന്നതും ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു മെയ് ലാസ്റ്റ് കണ്ടിട്ട് പോകാനാണ് പ്ലാന്. ഞാൻ കറക്റ്റ് പറയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അറിയില്ല എന്നാണ് പോകാൻ പറ്റുന്നത്. കാരണം ഒന്നും ഇവിടെ റെഡി ആക്കിയിട്ടില്ല. കുറേ സാധനങ്ങൾ നാട്ടിലേക്ക് പോവല്ലേ, ഒഴിവാക്കി പോവല്ലേ. 18 വർഷമായി UAE-ൽ. അപ്പോൾ ഇവിടെ അല്ല, UAE-ൽ 18 വർഷമായി. ഈ റൂമിൽ വന്നിട്ട് 10 വർഷത്തിന് മുകളിലായി. 10 വർഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്കിതൊക്കെ ഒഴിവാക്കി കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനും, കുറേ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല, പക്ഷേ എന്നാലും കുറേ ഉണ്ടാവും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കാർഗോ വയ്ക്കാനുണ്ട്, അങ്ങനെ കുറേ പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊക്കെ വഴിയേ ഞാൻ വീഡിയോസിൽ പറയാം. ഞാൻ ഇത് നേരത്തെ പറയാൻ വേറെ ഒന്നുമല്ല, നമ്മൾ ഒന്നും കൺഫേം ആവാണ്ട് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ പറയാൻ കേട്ടോ. അപ്പോൾ എന്നാലും കുറേ ചെറുതായിട്ട് ഞാൻ വീഡിയോസിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. റീനുൻ്റെ TC എടുത്തു, മക്കളുടെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നാട്ടിൽ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് നാട്ടിലിപ്പം പോയ പാടെ നമ്മൾ ഹൗസ് വാമിങ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം നിൽക്കാൻ ഒരു ഫ്ലാറ്റ് നോക്കുന്നുണ്ട്. ആർക്കെങ്കിലും തിരൂർ ഭാഗത്ത് ഏകദേശം 1-2 നോക്കി വെച്ചിട്ടുണ്ട്, കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ തിരൂർ ഭാഗത്ത് ആർക്കെങ്കിലും ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റ്, ഫേർണിഷ്ഡ് ഫ്ലാറ്റ് വേണം കേട്ടോ. അറിയുമെങ്കിൽ ഒന്ന് താഴെ കമൻസിൽ പറയാം, ഞാൻ കോൺടാക്ട് ചെയ്തോളാം. നമ്പർ എന്നാൽ മതി, ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഒരു 2 മന്ത്സിന്, കാരണം നമ്മൾ ഹൗസ് വാമിങ് ആവുന്ന വരെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ തറവാട് വീട് പൊളിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്താ പറയുക, പോയിട്ട് നമുക്ക് നിൽക്കാനും ഒരു സ്പേസ് വേണം. കാരണം വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ എന്താ പറയുക, മക്കൾ സ്കൂളിലേക്കൊക്കെ പോകുന്നല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് മാത്രമായിട്ടുള്ള സ്പേസ് ഉള്ളത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഈ ഒരു ഓപ്ഷൻ പറയുന്നത് കേട്ടോ. പിന്നെന്തൊക്കെയാണ് അറിയേണ്ടത്? കുറേ മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ ചെറുതായിട്ടൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ നമ്മൾ പോകുന്നുണ്ടെന്ന്. പക്ഷേ അത് കേട്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇക്കാനിട്ടിട്ട് പോകുന്നുണ്ടോ എന്നുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ ഇക്ക വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇക്കാലെ ജോലി ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നല്ല അടിപൊളി മെസ്സേജസൊക്കെ ഉണ്ടായിരുന്നു. കേൾക്കാൻ നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്, വായിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ചില ആൾക്കാർ സ്നേഹം കൊണ്ട് പറയുന്നുണ്ട്, ചില ആൾക്കാർ മോശമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ മോശമായിട്ട് പറയുന്നത് ഞാൻ അത്ര മൈൻഡാക്കാറില്ല. ഈ ഒരു അവസരത്തിൽ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഇവിടെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട്, കുറേ ആൾക്കാർ കഷ്ടപ്പെട്ട് വയ്യാണ്ടേയും ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിലും ഒത്തിരി ടെൻഷന്, സ്ട്രെസ്സൊക്കെ ആയിട്ട് ഇവിടെ വയ്യാണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന കുറേ ആൾക്കാരുണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും നാട്ടിൽ നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷെ നാട്ടിൽ നിൽക്കാനുള്ളൊരു എന്താ പറയുക സിറ്റുവേഷൻ ഇല്ല, അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനൊരു സജഷനല്ല, ഞാനൊരു തീരുമാനം പറയട്ടെ. നമ്മൾ എപ്പോഴും ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കണം. പണ്ടുള്ളവർ പറയും നാളത്തേക്ക് വേണ്ടി എടുത്തു വെക്കണം എന്ന്. പക്ഷേ ആ നാളത്തേക്ക് വേണ്ടി എടുത്തു വെക്കുന്നവർ ഇന്ന് ജീവിക്കാൻ മറക്കുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ. കാരണം നമ്മൾ നാളെ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഓടി നടന്ന് പൈസ ഉണ്ടാക്കി, പക്ഷെ നമുക്ക് നാളെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യുക? അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും പടച്ചവനോട്, അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ഏത് ദൈവത്തോടാണോ അവരോട് നന്ദി പറയണം. കാരണം അടുത്ത ദിവസം നമ്മളുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഇന്ന് നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിട്ടുണ്ടാവും, എത്രത്തോളം നല്ലത് ചെയ്തോ, എന്തൊക്കെ നമ്മൾ ചെയ്തു, അതേ ഉണ്ടാവുള്ളൂ. നാളത്തേക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നത് ശരിക്കും വേണ്ടിത്തരാണ്. മുഴുവനും ചിലവാക്കി നമ്മൾ ദൂർത്തടിക്കുക എന്നല്ല പറയുന്നത്. സാമ്പത്തികം ഉണ്ടായിട്ടും നമ്മളതൊക്കെ എടുത്തു വെച്ച് നാളെ നമുക്ക് നന്നാവണം എന്നൊരു നാളത്തേക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി എടുത്തു വെച്ച് മക്കൾക്ക് വേണ്ടി എടുത്തേക്കണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇവിടെ നിൽക്കുന്ന സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒഴിവാക്കി പോവുക. അല്ലെങ്കിൽ ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year ഒരു ഗ്യാപ്പ് എടുത്തിട്ട് നാട്ടിലൊന്ന് റിലാക്സ് ചെയ്ത് നിൽക്കുക, എന്നിട്ട് തിരിച്ചു വരിക. അല്ലാണ്ട് നമ്മൾ അത്ര സ്ട്രെസ്ഫുൾ ലൈഫിൽ നിൽക്കുമ്പം നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പം വെറുതെ നമ്മൾ റിസ്ക് എടുക്കില്ല നമ്മുടെ ലൈഫ്. ഇത് ചിലപ്പോൾ കേൾക്കുന്ന കുറേ ആൾക്കാർ നെഗറ്റീവായിട്ട് പറയുമായിരിക്കും. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിയാണ്. എൻ്റെ ലൈഫ് എങ്ങനെയാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലാണ്. ഇന്ന്
എങ്ങനെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും അതേ നമ്മൾ നോക്കുന്നുള്ളൂ. നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുക, സേവ് ചെയ്ത് വെക്കണം അത്യാവശ്യം ഉണ്ടെങ്കിൽ. അല്ലാണ്ട് ഇല്ലാണ്ട് നമ്മൾ നാളത്തേക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കുമ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കാൻ മറക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഞാനൊക്കെയും നമ്മളെല്ലാവരും നാട്ടിൽ സെറ്റിലാവാൻ പോവല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഇങ്ങനെ നിൽക്കുക, അങ്ങനെ എങ്ങനെയെന്ന്. സത്യം പറയാമല്ലോ, ഞാനിപ്പോൾ ഇത് വെറുതെ നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളങ്ങനെ മുന്നോട്ട് ഭയങ്കര പ്ലാനിങ് ഒന്നും കൊണ്ടല്ല ഈ നാട്ടിൽ പോകുന്നത്. ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ തീരാവുന്നേ ഉള്ളൂ നമ്മളെല്ലാ പ്രോബ്ലംസും. അത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് വന്നപ്പോൾ നമുക്കിപ്പോൾ അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. വേറെ ഒന്നും ഒരു ഇഷ്യൂ അല്ല, എല്ലാം അങ്ങോട്ട് കഴിയും. മീൻസ് ഒന്നും നമുക്കൊരു പ്രശ്നമല്ലാണ്ടായിപ്പോയി ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസൊക്കെ നമ്മൾ വലിയ വലിയ പ്രോബ്ലംസ് ആക്കും. എന്ത് വരുന്നവരെ നമ്മളുടെ ആരോഗ്യപരമായിട്ട് നമ്മൾ ടയേർഡാവുന്നവരെ നമ്മൾ പ്രോബ്ലം ആക്കും. ആരോഗ്യത്തിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തീരാവുന്നേ ഉള്ളൂ ബാക്കി എല്ലാ പ്രോബ്ലംസും. അസുഖം വന്നാൽ കഴിഞ്ഞു, ബാക്കി ഒന്നുമല്ല. നമ്മൾ അസുഖം മാറാനേ നമ്മൾ വിചാരിക്കുള്ളൂ. ആ പറഞ്ഞ പോലെയാണ് എന്താ പറയുക, നമ്മളെപ്പോഴും വരാണ്ടിരിക്കാൻ നോക്കുക. പ്രിവെൻഷനാണ് ഏറ്റവും എപ്പോഴും നോക്കേണ്ടത്. അപ്പം ഈ സ്ട്രെസ്ഫുൾ ലൈഫ് അത് മീൻസ് നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ ആരെങ്കിലും ഇതേപോലെ ലൈഫ് സ്ട്രെസ്സാണ്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിർബന്ധിച്ച് അവരെ നിർത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അവരെ സമാധാനത്തോട് കൂടിയിട്ട് ഒരു 5-6 മാസം ഒരു ലീവ് എടുത്തിട്ടൊക്കെ അങ്ങനെ നാട്ടിൽ നിൽക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. അല്ല വേറെ ഞാൻ സജഷൻസ് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ എന്താണെന്നൊന്നും ഞങ്ങൾ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാം, അത്രയേ ഉള്ളൂ. ഇത്രയും നമുക്ക് പടച്ചോന് എല്ലാം നമ്മൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം 2-3 വർഷമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. ആ ട്രീറ്റ്മെൻറ്റ് തൊട്ട് ഇതുവരേക്കും നമുക്ക് 1 രൂപ പോലും ആരും കടം വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല അൽഹംദുലില്ലാ. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് പിശുക്കി ജീവിക്കേണ്ടി വന്നിട്ടില്ല അൽഹംദുലില്ലാ. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടില്ല അൽഹംദുലില്ലാ. അതൊക്കെ നമുക്ക് വന്ന അനുഗ്രഹം തന്നെയാണ്. ആ ഒരു അസുഖം വന്നപ്പം കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യും അങ്ങനെയൊക്കെ. പക്ഷേ നമുക്ക് ഒന്നിലൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അത് പടച്ചോൻ നമുക്ക് തന്നൊരു അനുഗ്രഹമാണ്. ഇനിയും മുന്നോട്ട് പോകാൻ അത്രയും ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. അപ്പോൾ അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. അപ്പോൾ കുറേയൊക്കെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് ഇൻഷാ അല്ലാ പാക്കിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ഇൻഷാ അല്ലാ. റൂം ഷിഫ്റ്റിംഗ് അല്ല, നമ്മളെ കാർഗോ അയക്കുന്നത്, പിന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ബിസിയാണ് ഇൻഷാ അല്ലാ. പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം വീഡിയോസ് എടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഉള്ള വീഡിയോയിൽ ഷെയർ ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എന്താണെന്നറിയോ, കൂടുതൽ സമയം എടുത്തു. ഞാനിപ്പോൾ ഇത് എത്ര നേരം എന്നറിയോ ഈ തക്കാളി കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു തക്കാളി കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ച് ചെയ്യാമെന്ന്, ഇങ്ങനെ കറി ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യാമെന്ന്. അപ്പോഴേ എത്രയോ സമയം എടുത്തുപോയി. വോയിസ് ഓവർ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ എന്താണെന്നറിയോ, വോയിസ് ഓവർ ശരിയാവുന്നില്ല. നമുക്കിങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് വോയിസ് ഓവർ എടുക്കുമ്പോൾ ശരിയാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു മെത്തേഡ് എടുത്തത്. അപ്പോൾ നോക്കിയപ്പോൾ കുറേ ടൈമായി, ഇപ്പോൾ 1/2 മണിക്കൂറിന് മേലായി ഇപ്പോൾ ഞാൻ ഈ തക്കാളി കട്ട് ചെയ്യുന്നത്. സംസാരിക്കുമ്പോഴേ രണ്ടും കൂടി മൈൻഡും ഇതും കൂടി ശരിയാവുന്നില്ല സംസാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ കറിയൊക്കെ ഉണ്ടാക്കട്ടെ. ഇനി ബാക്കി വിവരങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ഇൻഷാ അല്ലാ ഷെയർ ചെയ്യുന്നുണ്ട്. എപ്പോഴും വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പോകുന്നതിനിടയ്ക്ക് പറഞ്ഞല്ലോ, ഈ ഒരു 20-25 ഡേയ്സ് ഉണ്ടാവുള്ളൂ നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. 25 ദിവസത്തിൽ ഇഷ്ടം പോലെ പണികളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വരും വീഡിയോസിൽ ബാക്കിയുള്ള അപ്ഡേറ്റ്സൊക്കെ തരാം കേട്ടോ. ശരി. ഓരോ ആഴ്ചയിലും 25,000 രൂപ 25,000 റുപ്പീസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, താഴെ കാണുന്ന ഈ 3 പേജുകൾ ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് താഴെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, അതുപോലെ 3 പേരെ മെൻഷൻ ചെയ്യുക. ഈ ഒരു വീഡിയോ ഒന്ന് സ്റ്റോറി ആയിട്ട് വെച്ചോളൂ, എന്നിട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അഥവാ നിങ്ങൾ വിന്നർ ആവുകയാണെങ്കിൽ അപ്പോൾ അയച്ചെന്നാൽ മതി. ഓരോ ആഴ്ചയുടെ അവസാനവും നമ്മൾ ആ വീക്കിലെ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ആ ഒരു വീക്കിൽ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യാതൊരു വിഷമവും ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് വീണ്ടും ഒരുപാട് ചാൻസ് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും വേഗം പോയി ഫോളോ ചെയ്യുക, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഗിവ് അവേ ഉണ്ടല്ലോ, അത് ഇൻസ്റ്റഗ്രാമിലാണ് നിങ്ങൾ അതിൽ പറഞ്ഞ പോലെ ചെയ്യേണ്ടത്, ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ.